അവരുടെ അഭിനയൊക്കെ എങ്ങനെയുണ്ട്? അഭിനയം അടിപൊളി, എല്ലാവരും നന്നായിട്ട്. എൻ്റെ മോൾ അഭിനയിക്കുന്നത് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? തിയേറ്ററിൽ സ്ക്രീൻ പിന്നെ അടിപൊളിയല്ലേ, നല്ല രസമാണ്. ഒരു ഫാമിലി മൂവിയാണ്, കോമഡി. എല്ലാവരും കാണണം. ഫൈനലി എന്താണ് പൊന്മാനും പിന്നെ ആവേശത്തിനൊക്കെ ശേഷം സജിൻ ഗോപുവിൻ്റെ മറ്റൊരു അടിപൊളി ഗെറ്റപ്പാണ്. സജിൻ ഗോപുവാണ് പടത്തിന് മൊത്തത്തിൽ കൊണ്ടുപോകുന്നത് എന്ന രീതിയിൽ വേണമെങ്കിൽ പറയാം. അനശ്വരൻ്റെ ക്യാരക്ടർ കുറച്ച് കൺഫ്യൂഷനായിട്ട് തോന്നി. മൊത്തത്തിലൊരു എബവ് ആവറേജ് ഒരു തിയേറ്റർ വാച്ചബിൾ മൂവിയാണ്. സജിൻ ഗോപുവിൻ്റെയും ഗ്യാങ്ങിൻ്റെയും ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു അഭിനയവും പിന്നെ ചില സീനുകളിൽ നല്ല പിന്നെ എന്താണ് ലാലേട്ടൻ്റെ മാനറിസൊക്കെ അനുകരിക്കുന്നത്, ഒരു മോണോ ആക്ട് ചെയ്യുന്ന സീനുകളുണ്ട്. ഇങ്ങനെ സജിൻ ഗോപുവിൻ്റെ വ്യത്യസ്തമായ രംഗങ്ങളുണ്ട്. നല്ല കോമഡികളുള്ള ഒരു വൺ ടൈം വെച്ച മൂവിയായിട്ടാണ് ഭയങ്കര ഫീൽ ചെയ്തത്. സജിൻ ഗോപു നായകനിരയിലേക്ക് എത്തിയ ചിത്രം, അതേപോലെ അനശ്വര, ചന്തു സലീംകുമാർ, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ഒരുപാട് പുതുമുഖങ്ങൾക്ക് സംവിധായകന് അവസരം കൊടുത്തിട്ടുണ്ട്. അവരെല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അമ്പിളി, അതേപോലെ സുമേഷ്, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കുടുംബവും ഒത്ത് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു ചിത്രം തന്നെയാണ് പൈങ്കിളി. അടിപൊളി ന്യൂ ജനറേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെടും. പഴയ ആളുകൾക്കും പുതിയ ആളുകൾക്കും ഒക്കെ കോമഡിയാണ്. അനശ്വരയുടെ അമ്മയായിട്ടാണ് അഭിനയിച്ചത്. എല്ലാവരും തിയേറ്ററിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. നമുക്ക് നല്ല ചിന്തിച്ചുകൊണ്ടും തന്നെ പോകുന്നൊരു സിനിമയാണ്. എല്ലാവരും നന്നായിട്ടുണ്ട്. കുടുംബമായിട്ട് എല്ലാവർക്കും കൊണ്ട് കാണാൻ പറ്റിയ ഒരു സിനിമയാണ്. എല്ലാവരും കാണുക. ട്രാക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ മാറി മാറി വരും. അത് ഒരുപാട് സിനിമകളുണ്ട്, വ്യത്യസ്ത വേഷങ്ങളുണ്ട്, കിട്ടുന്നുണ്ട്. അത് നന്നായി ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളൊരു സന്തോഷമാണ്. ക്രൂവിനോടും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രേക്ഷകർക്കും എല്ലാവർക്കും സന്തോഷം. ഒരു ഓർത്തിഡോക്ക് പരിപാടി പിടിച്ചിട്ടുണ്ടല്ലോ, അത് പ്രേക്ഷകർക്ക് വർക്കായെന്ന് തോന്നുന്നുണ്ടോ? ടോട്ടലി ഒരു ഓർത്തിഡോക്ക് പരിപാടിയാണല്ലോ, ഇച്ചിരി ലൗഡായിട്ടുള്ളൊരു. അപ്പോൾ അത് പ്രേക്ഷകർക്ക് വർക്കായെന്ന് തോന്നുന്നുണ്ടോ? എനിക്കറിയില്ല, ഞാനിപ്പോൾ ഷോ കണ്ടിറങ്ങിയില്ല. ബാക്കിയുള്ളവരൊക്കെ എന്താ പറയണമെന്ന് എനിക്കറിയില്ല. ഞാൻ അതിൽ കൂടി ഒന്ന് കണ്ടുനോക്കട്ടെ. ഓക്കെ. നിങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു ഭാര്യയുടെ അഭിനയം? ഇപ്പം നിങ്ങളുടെ വെബ് സീരീസിൽ തകർത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണല്ലോ. അപ്പോൾ നേരെ ബിഗ് സ്ക്രീനിലേക്ക് വന്നപ്പോഴേക്കും എങ്ങനെയുണ്ട്? ഒരു വെബ് സീരീസ് ഡയറക്ടർ എന്ന അർത്ഥത്തിലൂടെ നോക്കി കാണുമ്പോൾ പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ആക്ടിംഗ് സ്റ്റൈലാണ്. ഞങ്ങളിപ്പോൾ യൂട്യൂബിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെയുള്ള ഭയങ്കര രസമായിട്ടുള്ള പെർഫോമൻസ് തന്നെ ഈ പടത്തിനുമുള്ള ട്രൈലറിലും ഇൻ്റർവ്യൂസിലേക്ക് ഇതിനെല്ലാം പറഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് വർക്കായിട്ടുണ്ട്. പടം ഫുള്ളി വന്ന് എൻഡ് ചെയ്യുന്ന സമയത്ത് അതെല്ലാം കണക്റ്റഡ് ആണ്. ട്രൈലറിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര എൻ്റർടൈൻമെൻറ്റ്, ഫാമിലി അടക്കം എല്ലാവരും കാണും. ഇപ്പം ആദ്യ പടം ഇപ്പം ഫാസ്റ്റ് ഫ്രണ്ട്സ് അങ്ങനത്തെ ഒരു ഭാവന, അങ്ങനത്തെ ഒരു ക്രൂവിൻ്റെ കൂടെ ആയിരുന്നല്ലോ. അത് നേരത്തെ ആഗ്രഹിച്ചിരുന്നു, നല്ലൊരു ടീമായിട്ട് വേണം തന്നെ ഒരു എൻട്രി വേണമെന്ന്. വിമലിൻ്റെ പടം വല്ലതും ഓക്കെ. കുറേ നാളിന് ശേഷം ഒരു അടിപൊളി കോമഡി പടം വന്നിരിക്കുകയാണ്. പൊളിയല്ലേ? അമ്പാനല്ലേ? സജിൻ ഗോപു, സുഖു, വേഴാമ്പൽ സുഖു അടിപൊളിയായിട്ടുണ്ട്. അമ്പാൻ്റെ വ്യത്യസ്തമായൊരു വേഷം, സുഖു സുജിത് കുമാറായ വേഷം. ക്രിഞ്ച് ഫീൽ ഉണ്ടോ? ക്രിഞ്ച് ഫീൽ ചെയ്യുന്നുണ്ടോ? ക്രിഞ്ച് ഇല്ലല്ലോ. അടിപൊളിയല്ലേ? പടം നമ്മൾ ചിരിക്കാനുള്ളതല്ലേ ഉള്ളൂ. പിന്നെ അവിടെ